നമസ്കാരം. നിള 24 ലൈവ് ഇന്ന് എത്തി നിൽക്കുന്നത് തൃത്താല മണ്ഡലത്തിലാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാമാണ്. തൃത്താല ഇപ്പോൾ ഒരു സ്റ്റാർ മണ്ഡലമാണ് അല്ലേ? കേരളം മൊത്തം ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ വാർത്തകളിൽ സദാ ഇടം പിടിക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് തൃത്താല. എല്ലാവരും ഒരുപോലെ പറയുന്നത് ഇതൊരു ബാറ്റിൽ ഗ്രൗണ്ടാണ്, കട്ടക്കാണ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിലയിരുത്തലിൽ എന്ത് തോന്നുന്നു? വാർത്തകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് സത്യത്തിൽ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ രാവിലെ അങ്ങ് ഇറങ്ങുകയാണ്. പിന്നെ ഇന്നലെയൊക്കെ പര്യടനം അവസാനിച്ചത് തന്നെ പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ നിലയിൽ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽ വരുന്നില്ല. പിന്നെ പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. ഏതായാലും തൃത്താലയിൽ ആ നിലയിൽ ഒരു ജനശ്രദ്ധയെ ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നു എന്നുള്ളതിൽ ഒട്ടും അസ്വാഭാവികതയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നിയോജകമണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടുള്ള മുൻതൂക്കമുള്ളതല്ല. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതല്ലേ. കഴിഞ്ഞ തവണ ഞങ്ങൾ 4 പഞ്ചായത്ത് LDF ആയിരുന്നു. ഇത്തവണ ഞങ്ങൾ 5 പഞ്ചായത്ത് പിടിച്ചു. 3 പഞ്ചായത്താണ് LDFനുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ ഞങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്, ടോസിലാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനെയൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായി ഇരു മുന്നണികൾക്കും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പും ആ നിലയിൽ ഒരു കനത്തതായിരിക്കും, മത്സര ചൂടുള്ളതായിരിക്കും. ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം തൃത്താല മണ്ഡലത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്. ഇതിനിടയിൽ നടന്ന പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴുള്ള ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് വരികയാണ്. LDF രാഷ്ട്രീയമായി ക്ഷീണിക്കുകയാണ്. അതിനോടൊപ്പം ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം. ഈ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അവസാനിച്ചേ പറ്റൂ എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് കേരളം മുഴുവൻ വരികയാണ്. അത് തൃത്താല മാത്രമല്ല. അങ്ങനെ 100-ൽ കുറയാത്ത സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരും. അതിലൊന്നായിട്ട് തൃത്താല ഉണ്ടാവും, യാതൊരു സംശയമില്ല. തൃത്താലയ്ക്ക് VT ബൽറാമാണ് ബെസ്റ്റ്, അതാണല്ലോ ക്യാപ്ഷൻ. ആ ക്യാപ്ഷനോട് നീതി പുലർത്തുമ്പോൾ പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് അതിനൊരു കാരണം പറയും. ആ ക്യാപ്ഷൻ ഇപ്പോൾ വേറെ ചില ആളുകൾ കോപ്പി അടിച്ചിരിക്കുന്നു. അപ്പോൾ ഏതായാലും അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സമീപകാലത്ത് ആദ്യത്തെ ഒരു കൗതുകമുള്ള അനുഭവമായിട്ട് മറ്റ് എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ അടക്കം അപഹരിക്കപ്പെടുന്ന അവസ്ഥ അത് തൃത്താലയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബൽറാമാണ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് റീസൺ എന്ത് പറയും പെട്ടെന്ന്? അല്ല, ജനങ്ങൾക്ക് ഒരു കമ്പാരിസൺ സ്വാഭാവികമായി തന്നെ ഉണ്ട്. ഞാൻ MLA മാത്രമായിരുന്നു. അത് തന്നെ ആദ്യത്തെ തവണ ഞാൻ MLA ആയിരിക്കുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ളൊരു MLA ആയിരുന്നു, ഒരു പുതുമുഖ MLA ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ MLA അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം പാർട്ടിയിൽ സീനിയറാണ്, മന്ത്രിയാണ്, സ്പീക്കറായിരുന്ന ആളാണ്. അപ്പോൾ ആ നിലയിലുള്ള പ്രത്യേകമായിട്ടുള്ള പരിഗണനകളും തൃത്താലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നയപരമായിട്ടുള്ള ഇടപെടലുകളും അത് നടക്കണമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നടന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തൃത്താലയിൽ കോളേജ് ഉണ്ടായിരുന്നില്ല. കോളേജ് ഉണ്ടാവാതിരിക്കുമ്പോൾ ആ കോളേജ് അനുവദിക്കാൻ പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പുള്ള 10-20 വർഷത്തിൽ കാര്യമായിട്ട് കോളേജ് ഒന്നും അനുവദിക്കേണ്ടതില്ല എന്നുള്ള പൊതു തീരുമാനത്തിലായിരുന്നു മാറി മാറി വന്ന സർക്കാരുകൾ. അധികം കോളേജിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ തൃത്താലയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ പുതിയ നയം ആവിഷ്കരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തൃത്താലയ്ക്ക് കോളേജ് കിട്ടിയെന്ന് മാത്രമല്ല, CPMൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും മണ്ഡലങ്ങളിലും കോളേജ് കൊടുത്തു. കോടിയേരി ബാലകൃഷ്ണ മണ്ഡലത്തിൽ തലശ്ശേരിയിൽ അന്ന് കോളേജ് വന്നത് തൃത്താലയ്ക്ക് അനുവദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ തൃത്താലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നയപരമായിട്ടുള്ള ഇടപെടൽ അതാണ് മന്ത്രിയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഫണ്ടുകളുടെ കമ്പാരിസൺ മാത്രമല്ലല്ലോ. അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പട്ടാമ്പി താലൂക്ക് നമ്മൾ രൂപീകരിക്കുകയാണ്. എത്രയോ പതിറ്റാണ്ടുകൾ EMS അടക്കം വിചാരിച്ച് നടക്കാത്ത കാര്യമാണ്. പട്ടാമ്പിയിൽ നിന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി ഉണ്ടായിട്ടും നടക്കാത്ത പട്ടാമ്പി താലൂക്കിൻ്റെ രൂപീകരണം ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത്, UDFൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റി. അങ്ങനെയുള്ള എന്തെങ്കിലും ഈ 5 വർഷത്തിനകത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ പുതിയ 2 കോളേജുകൾ കൊണ്ടുവന്നു, കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കൊണ്ടുവന്നു, കൗശൽ കേന്ദ്രം കൊണ്ടുവന്നു, ഡയാലിസിസ് സെൻറ്റർ കൊണ്ടുവന്നു, പട്ടാമ്പി താലൂക്ക് കൊണ്ടുവന്നു, സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്നു, ഈ കുമ്പടിയിൽ KSEBയുടെ സെക്ഷൻ ഓഫീസ് കൊണ്ടുവന്നു, കൂട്ടുപാതയിൽ കൊണ്ടുവന്നു, വെള്ളിയാങ്കലിൽ ടൂറിസം പദ്ധതി കൊണ്ടുവന്നു. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BMNBC ചെയ്ത റോഡുകൾ വന്നു. കുമ്പടി ആനക്കര അടക്കം, ഈ പഞ്ചായത്തിൻ്റെ കാര്യം പറയുന്നത്, തൃത്താല കുമ്പടി അടക്കമുള്ള റോഡുകൾ ആ കാലഘട്ടത്തിൽ വന്നതാണ്. അതോടൊപ്പം കൂട്ടക്കടവ് റെഗുലേറ്റർ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ആ കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതി അശാസ്ത്രീയമാണ്, അത് ഉപേക്ഷിക്കാൻ പോവുകയാണ്, അത് അഴിമതിയാണ്, അത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകളാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ജയിച്ച് സ്പീക്കറാകുന്ന സമയത്ത് പോലും കൂട്ടക്കടവ് പദ്ധതി അശാസ്ത്രീയമാണ്, ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളുകൾ, വർഷങ്ങളോളം അതിൻ്റെ പണി പല സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിയ ആളുകൾ
പിന്നീട് അതിൻ്റെ പണി പുനരാരംഭിക്കുമ്പോൾ അതിൻ്റെയും ക്രെഡിറ്റ് എടുക്കാൻ നടക്കുകയാണ്. കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന പദ്ധതി ആദ്യമായി സർക്കാരിൻ്റെ മുമ്പിൽ എത്തുന്നതും സർക്കാർ അംഗീകരിക്കുന്നതും ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതും ബജറ്റിൽ പണം അനുവദിക്കുന്നതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ അത് കിഫ്ബിയിലേക്ക് ഇട്ടതോടുകൂടി അകാരണമായിട്ടുള്ള ഡിലേ വരികയാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് കിഫ്ബിയെ എതിർക്കേണ്ടതായിട്ട് വരുന്നത്, വിമർശിക്കേണ്ടതായിട്ട് വരുന്നത്. എതിർപ്പല്ല, വിമർശനമാണ്. കിഫ്ബിയിൽ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ പല പദ്ധതികളും അകാരണമായ കാലതാമസം നേരിടുന്നു. ഇത് എൻ്റെ മാത്രം പരാതിയല്ല. ഇവിടെ ചിലപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുമായിരിക്കും. പക്ഷേ LDFൻ്റെ MLA അടക്കമുള്ള മിക്കവാറും MLA-മാരുടെയൊക്കെ പരാതി ഇതാണ്. അല്ല, ഇത്രയും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു സംവാദ ചർച്ച ഭയങ്കരമായിട്ട് ഇവിടെ ഉടലെടുത്തിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ആ സംവാദത്തിന് പോയില്ല? അല്ല, അതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ അവസരമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? 1 മണിക്കൂർ എൻ്റെ ഭാഗത്ത് തന്നെ വേണ്ട. നിങ്ങളൊരു 1/2 മണിക്കൂറിൻ്റെ ചർച്ച വെച്ച് 10 മിനിറ്റ് എനിക്കും 10 മിനിറ്റ് അദ്ദേഹത്തിനും 10 മിനിറ്റ് നിങ്ങൾ മോഡറേറ്റർ എടുത്തു കഴിഞ്ഞാൽ വല്ലതും പറയാൻ പറ്റുമോ? ഈ പഞ്ച് ഡയലോഗ് പറഞ്ഞ് സോഷ്യൽ മീഡിയ റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരു PR സ്റ്റണ്ട്, അതിന് ഞാൻ നിന്ന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഈ നിലയിലുള്ള ഒരു പരസ്യ സംവാദത്തിന് പ്രതിപക്ഷ നേതാവ് ആവശ്യമുന്നയിച്ചത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ്. അദ്ദേഹം അതിന് തയ്യാറായില്ല. ഇന്നലെ അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്നാൽ സ്ഥലവും തീയതി നിങ്ങൾ തന്നെ നിശ്ചയിച്ചോ, ഞാൻ എവിടെ വേണമെങ്കിൽ വരാമെന്ന്. അതിനോട് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ തൃത്താലയിൽ അല്ല, അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ സംവാദത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധത ആദ്യം സ്വാഗതം ചെയ്ത ഒരാൾ ഞാനാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സംവാദം നടത്താൻ തയ്യാറായാൽ അതിൻ്റെ പിറ്റേ ദിവസം തൃത്താലയിൽ നമുക്ക് നടത്താം. ഒരു തരത്തിലും നമ്മളതിന്ന് പിന്തിരിഞ്ഞു പോയില്ല. പക്ഷെ അതില്ലാതെ ഇവിടെ മാത്രമായിട്ടൊരു PR എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ചില അതല്ലോ 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത് 4.25 വർഷം ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആൾ അവസാനം വന്ന് സംവാദം നടത്തുന്നു. എന്താ പറയുക, തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രത്യേകമായിട്ട് മീറ്റ് ചെയ്യുന്നു, വ്യാപാരികളെ പ്രത്യേകമായിട്ട് മീറ്റ് ചെയ്യുന്നു, സംരംഭകരെ കാണുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ചാർട്ട് ചെയ്ത ചില PR പരിപാടികളുടെ ഭാഗമായിട്ടുള്ളൊരു ഈവൻ്റായിട്ട് ഇത് നിശ്ചയിച്ചാൽ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചില സിനിമകളൊക്കെ ചെയ്യണമല്ലോ. ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നാലെ അതിലെ അഭിനേതാക്കളോ അതിലെ അണിയറ പ്രവർത്തകരോ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കും. ആ സിനിമ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അദ്ദേഹം എന്തോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ പുറത്തിറക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ അത് ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ആസ്പദമാക്കി ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ അതിലെ പൊള്ളത്തരം അത് ജനങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു കോളേജ് കൊണ്ടുവന്നു. എവിടെയാണ് കോളേജ് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ പഠിക്കുന്ന കുട്ടികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ 7-8 ബാച്ചുകൾ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് അവസരം ലഭിച്ച് 2ാമത്തെ വർഷമാണ്. 2011 ഞാൻ MLA ആയി. 2013 ആ കോളേജ് അവിടെ യാഥാർത്ഥ്യമായി. അവിടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. 5 വർഷം കൊണ്ട് ആദ്യത്തെ ബാച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. ഇദ്ദേഹം കോളേജ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴാ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ ഒരാഴ്ച മുമ്പാണ്. എന്നിട്ട് അഡ്മിഷൻ എന്നാണ് എടുക്കുക? ഇലക്ഷന് ശേഷം. ഇതിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങളതിന് ഫീസ് അടച്ച് കാത്തിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇലക്ഷൻ്റെ തൊട്ട് പിന്നാലെ തട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ അതിന് നിന്ന് കൊടുക്കേണ്ടതില്ല. പക്ഷേ മുഖ്യമന്ത്രി ഒരു സംവാദത്തിന് പ്രതിപക്ഷ നേതാവായി തയ്യാറായാൽ ആ സംവാദത്തിൻ്റെ പിറ്റേ ദിവസം നമുക്ക് നടത്താം. പിന്നെ പൊതുവിൽ ബൽറാമിനെ വിമർശിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, ബൽറാം ഒരു ഫേസ്ബുക്ക് MLA ആണ്, ഇപ്പോൾ തോൽവിക്ക് ശേഷമാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്ത് പറയുന്നു? ഞാനിതാ 4ാമത്തെ ഇലക്ഷനിലാണല്ലോ. ഈ 3 ഇലക്ഷനിലും എൻ്റെ വോട്ടുകൾ കൂടുകയാണ്. 2011 ഞാൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് 2016 ഞാൻ നേടി. 2016 നേടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് 2021 ഞാൻ പരാജയപ്പെടുമ്പോൾ പോലും എൻ്റെ വോട്ട് കൂടിയിട്ടുണ്ട്. BJPയുടെ വോട്ടാണ് കുറഞ്ഞത്, അത്രക്കത്ര വോട്ടാണ് CPM-ന് കൂടിയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് ബോധ്യമുള്ള കാര്യമാണ്. അത് ഒരുപക്ഷെ അവർക്കെതിരെ ഉയരുന്ന വിമർശനം തലതിരിച്ചു വിടുന്നതിന് വേണ്ടി എൻ്റെ മേലേക്ക് ചാരിയാണ്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ അനുഭവം മറിച്ചാണല്ലോ. അവരുടെ ഇടയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനുണ്ട്. അത് ശരിയാണ്. MLA ആയിരിക്കുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം MLA അല്ലാത്ത ഒരു സാധാരണ പൗരനായിട്ടും ഞാൻ ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. കാരണം അവരെനിക്ക് നൽകുന്ന സ്നേഹവും പിന്തുണയും അവർ മാറ്റം വരുത്തിയിരുന്നില്ല. അവരെന്നെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ ഓടിച്ചെല്ലാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം അവരെന്നെ സഹായിച്ച ആളുകളാണ്. ഞാൻ പരാജയപ്പെടുമ്പോഴും അവരെന്നെ ചേർത്ത് പിടിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബാംഗങ്ങളാണ്. ആ നിലയിലുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകും.
അത് ഇലക്ഷൻ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ഇനിയും മുന്നോട്ട് പോകും. പക്ഷേ ഇത്തവണ അതിനൊരു ഔപചാരിക രൂപം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാ പഴുതും അടച്ച് ജാഗ്രതയോടുകൂടി ഇത്തവണ മുന്നോട്ട് പോവുകയാണ്. അതുണ്ടാവും. പിന്നെ ഈ ഫേസ്ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പോസ്റ്റർ ഞാനും ശ്രദ്ധിച്ചു. ഫേസ്ബുക്കിലൂടെയല്ല കിഫ്ബിയിലൂടെയാണ് തൃത്താലയിൽ റോഡ് ഉണ്ടായതെന്ന്. ഞാൻ അതിനെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണം ഇപ്പോൾ 4ാമത്തെ ദിവസമായിട്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത് പല മാധ്യമങ്ങളിലൂടെ. ഞാൻ ചോദിക്കുകയാണ്, തൃത്താല മണ്ഡലത്തിൽ കിഫ്ബി വഴി നിർമ്മിച്ച് പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു റോഡ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കോ ക്യാമ്പയിൻ ടീമിനോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എൻ്റെ മറിച്ചുള്ള വിമർശനം കിഫ്ബിയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ്, കുമ്പിടി, തൃത്താല റോഡ് ഇപ്പോഴും നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കാത്തത്. 6-7 വർഷമായി, 7 അല്ല 8-9 വർഷമായി. 2017 അന്ന് ഞാൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അന്ന് PWD വകുപ്പ് മന്ത്രി G. സുധാകരൻ പറഞ്ഞതാണ്, ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ആയി കഴിഞ്ഞിരിക്കുകയാണ്, ഇതിൻ്റെ DPR തയ്യാറാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അത് കഴിഞ്ഞു, ഇനി നേരെ ഇംപ്ലിമെൻറ്റേഷനിൽ കിടക്കുകയാണ്. 2017 പറഞ്ഞാണ്. ഇപ്പോൾ 2026 9 വർഷമായി. ഇപ്പോഴും അതിൻ്റെ നിർവഹണമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലോ ഒന്നും തുടങ്ങിയിട്ട് പോലില്ല. പദ്ധതി ടെൻഡർ ചെയ്തിട്ടില്ല, കിഫ്ബിയിലായതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ പഞ്ചായത്തിലേക്ക് വരുന്ന പടിഞ്ഞാറങ്ങാടി മണ്ണിമ്പരമ്പിലെ റോഡ്. അത് കിഫ്ബിയിൽ 10 കോടി രൂപ അനുവദിച്ചാണ്. പക്ഷേ കിഫ്ബി അത് നടപ്പാക്കാത്തത് കാരണം ഇപ്പോൾ ഈ മന്ത്രി തന്നെ ഇടപെട്ട് അദ്ദേഹം സാധാരണഗതിയിൽ PWDയുടെ ഫണ്ട് വെച്ച് അതിൻ്റെ പകുതി ദൂരം ചെയ്തു, ബാക്കി പകുതി ദൂരം കിടക്കുകയാണ്. അപ്പോൾ കിഫ്ബിയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികൾ മഹാഭൂരിപക്ഷം നടക്കുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം അവിടെ ഇവിടെയും 10 വർഷത്തിന് ശേഷം 8 വർഷത്തിന് ശേഷം 7 വർഷത്തിന് ശേഷം നടന്നാൽ അത് വെച്ചുകൊണ്ട് PR വർക്കാണ്. അതിൻ്റെ പേരിൽ എന്നെ ചിത്തറിയാണ്. ഞാൻ പറഞ്ഞത് എന്താ, ഇതിൽ അകാരണമായ ഡിലേ വരുന്നു. ഇന്ന് നടക്കേണ്ടത് 4 വർഷം കഴിഞ്ഞിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ബജറ്റിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പണമാണ് കിഫ്ബിക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ബജറ്റിലൂടെ നടക്കുമായിരുന്നു. ഈ പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ബജറ്റിലൂടെ 130 കോടി രൂപയാണ് അനുവദിച്ചത് ഈ റോഡിന് വേണ്ടിയിട്ട്, പട്ടാമ്പി പാലം അടക്കം. അത് നടക്കുമായിരുന്നു. 2016 അതിന് വെച്ചാൽ 17 18 നടക്കുമായിരുന്നു. അത് നടക്കുന്നില്ല, കാരണം കിഫ്ബിയാണ്. അതാണ് വിമർശനം. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. അപ്പോൾ ഇത് ബൽറാം അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇത് നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിഹസിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതാണ് നേരിട്ടുള്ള സംവാദം അപ്രസക്തമാണെന്ന് പറയാൻ കാരണം. ഈ അദ്ദേഹം ബോൾ അടിക്കുന്ന സ്ഥലത്തേക്ക് ഗോൾ പോസ്റ്റ് കൊണ്ടുവയ്ക്കുകയാണ്, അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ കരിയന്നൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കും എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം വാഗ്ദാനം നൽകിയതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയേ ഇല്ല. ആ പദ്ധതി തന്നെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. സുശീലപ്പടി ഓവർബ്രിഡ്ജ് മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. അതിന് മുമ്പ് നിർമ്മാണോദ്ഘാടനമൊക്കെ നടത്തി കഴിഞ്ഞു. എത്ര രൂപയ്ക്കാണ് ടെൻഡർ, ആരാണ് കോൺട്രാക്ടർ, അഗ്രിമെൻറ്റ് സൈൻ ചെയ്തോ, എന്നാണ് വർക്ക് തുടങ്ങുക, എന്ന് ഫിനിഷ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ലാതെ നിർമ്മാണോദ്ഘാടനം പ്രഖ്യാപിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചപ്പോൾ ലാസ്റ്റ് നിമിഷം നിർമ്മാണ ഉദ്ഘാടനം എന്നത് മാറ്റി നിർമ്മാണ പ്രഖ്യാപനമാക്കി മാറ്റി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച കാര്യം 5 വർഷത്തിന് ശേഷം വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ UDF 100 സീറ്റിൽ അധികാരത്തിൽ വന്നാൽ തൃത്താലയിൽ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ? തൃത്താലയ്ക്ക് നല്ല പരിഗണന ഉണ്ടാവും. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ഒരു രാഷ്ട്രീയ ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കും. അക്കാര്യത്തിൽ ഞങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.